തുറക്കാൻ പോണു. അപ്പോൾ ദമ്മിട്ട് വെച്ച് കഴിഞ്ഞ് 10 മിനിറ്റ് കഴിഞ്ഞു. ഇപ്പോൾ ബിരിയാണി അടിപൊളിയായിട്ട് പാകമായി, നമുക്ക് റെഡി ആയിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ വ്യൂ. ഓക്കെ, അപ്പോൾ ബിരിയാണി ഇനി നമുക്ക് കഴിക്കാം. ഓക്കെ. ബിരിയാണി അരി 3 ഗ്ലാസ് എടുത്ത് കഴുകി വാല വെച്ചിരിക്കുകയാണ്. ബിരിയാണി വയ്ക്കാനുള്ള പാത്രം ശരിയായിട്ടുണ്ട്. എന്താണ്? ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, സാജീരകം. അത് 3 കൂടി മിക്സ് ചെയ്ത് ശരിയാക്കി വെച്ചു. വെളുത്തുള്ളി, പച്ചമുളക്, സാജീരകം 4 കൂടി അരച്ച് വെച്ചേക്കണം. ഓക്കെ. ഇനി മസാല എടുത്തുകൊണ്ടിരിക്കും അല്ലേ? മസാല ഏലക്കായ, പട്ട, ഗ്രാമ്പു ഇത് നമ്മൾ നെയ്യിൽ പൊട്ടിക്കും. എന്നിട്ടാണ് ഇത് വഴറ്റാം. ഓക്കെ. അണ്ടിപ്പരിപ്പ്, മുന്തിരി ഒക്കെ വറുത്ത് വാല വയ്ക്കുകയാണ്. ഇനി സബോള വഴറ്റണം. അടുത്ത പരിപാടി. നമ്മൾ ബിരിയാണിയുടെ പാത്രത്തിലേക്ക് നെയ്യ് നമ്മൾ അതിലേക്ക് ഇട്ടു. 3 നാഴി അരിയാണ്. അതിലേക്കിട്ട നെയ്യ് നമ്മൾ ഇളക്കി വെച്ചു. ഇനി ഡാൽഡ ഒരു സ്വല്പം കുറച്ച് ഡാൽഡ ഇട്ടു. മസാല ഏലക്കായ, പട്ട, ഗ്രാമ്പു, തക്കോലൊക്കെ കുറച്ച് മറ്റേ നെയ്യിലേക്കിട്ട് നമ്മൾ ഒന്ന് പൊടിച്ചെടുക്കണം. നെയ്യ് ഒരു ലേശം കൂടി ഇട്ട്, ഡാൽഡ ഇട്ടു, നെയ്യിട്ടു, മസാല ഇട്ടു. ഇത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, സാജീരകം അരച്ചത് അത് ചേർക്കണം. നന്നായിട്ടൊന്ന് അതിൻ്റെ പച്ചമണം പോകുന്നവരൊന്ന് മുരിച്ചെടുക്കാം. കാര്യങ്ങളൊക്കെ നമ്മള് 3 ഗ്ലാസ് അരിയാണ് എടുത്തത്. നമ്മൾ കഴുകി വാല വെച്ച് തന്നെ ഇതിലേക്ക് ഇടാൻ പോണ ബിരിയാണി. വെള്ളം ഒഴിക്കുന്നതിന് മുന്നേ നെയ്യില് അതൊക്കെ ഇളക്കി ഒന്ന് ഇതാക്കണം. ഇതിലിപ്പോൾ നെയ്യിടാനുള്ള മസാല ഇട്ടിട്ടുണ്ട്. അരച്ച പേസ്റ്റ്, ഇഞ്ചി, പച്ചമുളക്, സാജീരകം, പുതിന മല്ലി അരച്ചിട്ടുണ്ട്. ഇല്ല. ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി. ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി. ഓക്കെ. നന്നായിട്ട് ഇളക്കി ഇനി വെള്ളം ഒഴിക്കാനുള്ള അവസ്ഥയിലേക്കാണ് അടുത്ത സ്റ്റെപ്പ്. ഇത് 3 ഗ്ലാസ് അരിയുണ്ട്. അപ്പോൾ 1 ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് വെള്ളം. 1.5 ഗ്ലാസ് നാളികേരം പാല് കേട്ടാ. 1.5 ഗ്ലാസ് വെച്ചിട്ട് ഒഴിക്കണം. ഒരു ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് നാളികേരം പാലാണ് ഒഴിച്ചത്. അപ്പൊ 3 ഗ്ലാസ്സിന് 4. 1 ഗ്ലാസ്സിന് 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് നാളികേരം പാല്. അപ്പൊ 3 ഗ്ലാസ് അരിയുണ്ട്. അപ്പൊ നമ്മള് 4.5 ഗ്ലാസ് വെള്ളം നമ്മൾ ഒഴിച്ചു. ഇനി നമ്മൾ പാകത്തിന് ഉപ്പിടണം. ഇനി വെള്ളം വറ്റുന്ന വരെ ചെറുതായിട്ടൊന്ന് നമ്മള് വെള്ളം അത് തിളച്ചൊന്ന് വറ്റും. അപ്പൊ നമ്മളത് സിമ്മിലോട് 10 മിനിറ്റ് നേരം. അപ്പോൾ വെള്ളം വറ്റുമ്പോൾ നമ്മൾ വീണ്ടും വരാം. നമ്മളിതൊന്ന് തിളച്ച് വരുമ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കണം.
അല്ലെങ്കിൽ അടിയിലിങ്ങനെ പിടിക്കണ്ടോന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇത് തിളച്ച് ഒരു പകുതി ഇതിൻ്റെ ഇത് വറ്റി കഴിയുമ്പോൾ നമ്മളത് സിമ്മിലൊരു 10 മിനിറ്റ് നേരം വെക്കുക. അപ്പം ചോറ് വെന്തു. ഇപ്പം ചോറിലെ ഇതൊക്കെ ഒരുവിധം തിളച്ച് വറ്റി. നമ്മളത് സിമ്മിലിടാൻ പോകണം. 10 മിനിറ്റ് നേരം സിമ്മിലിടുക. നമ്മള് വെള്ളം വറ്റി പൊട്ടി പൊട്ടി കറക്റ്റായിട്ട് നമ്മൾ സിമ്മിലിടും 10 മിനിറ്റ് നേരം. അപ്പം നമ്മളത് മൂടി വെച്ചു. ഇനി ഒന്ന് പറഞ്ഞേ അടുത്ത സ്റ്റെപ്പ്. ഇനി നമ്മളൊരു 10 മിനിറ്റ് നേരം സിമ്മിലിട്ടത് വെക്കും. അത് കഴിഞ്ഞ് നമ്മളത് തീ ഓഫാക്കിയിട്ട് നമ്മളൊരു കുറച്ച് നേരം കഴിയുമ്പോൾ നമ്മളതിന് വേറെ പാത്രത്തിലേക്ക് പകർത്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ലെയർ ചെയ്യും. അതിൽ മല്ലിയില, പുതിനയില കഴുകി നുറുക്കി വയ്ക്കും. പിന്നെ അണ്ടിപ്പരിപ്പ്, മുന്തിരി വറുത്ത് വയ്ക്കും. പിന്നെ സബോള വറുത്ത് വയ്ക്കും. പിന്നെ പശുമ്പാലിൽ നമ്മൾ ഒരു തുണ്ട് എസൻസും ഒരു തുണ്ട് കളറോ അല്ലെങ്കിൽ മഞ്ഞപ്പൊടിയോ ഇട്ട് നമ്മൾ കലക്കി വയ്ക്കും. എന്നിട്ട് നമ്മൾ ലെയർ ചെയ്യും. കുറച്ച് ചോറ് വേറൊരു പാത്രത്തിലേക്ക് നമ്മൾ നെയ്യ് ഒഴിച്ചിട്ട് അതിലേക്ക് നമ്മൾ ചോറിടും. അത് കഴിഞ്ഞിട്ട് നമ്മൾ മല്ലിയില, പുതിനയില നുറുക്കിയത്, പിന്നെ അണ്ടിപ്പരിപ്പ്, മുന്തിരി, സബോള വറുത്തത്, പിന്നെ എസൻസ് ഇതാക്കിയിട്ട് നമ്മൾ തെളിച്ച് അതിലേക്ക് ഇട്ട് നമ്മൾ ലെയറാക്കി നമ്മളൊരു 10 മിനിറ്റ് നേരം കൂടി അത് സിമ്മിലിടും. അപ്പോൾ ബിരിയാണി റെഡി. ചിക്കൻ ഞങ്ങൾ വറുത്ത് റോസ്റ്റ് ചെയ്ത് വേറെ കറിയാക്കി വെച്ചേക്കണേ. ഞങ്ങൾ ഇതിൽ കൂടെ ദമ്മിട്ട് വയ്ക്കാറില്ല. ശരിക്കും ഞങ്ങൾ സെപ്പറേറ്റാണ് കഴിക്കാറ്. പിന്നെ ചില്ലി പോർക്ക് ഉണ്ട്, ബീഫ് വരട്ടിയതുണ്ട്, പിന്നെ സർലാസ് അച്ചാർ. അപ്പോൾ ഇതാണ് ബിരിയാണി. ബിരിയാണിയിലെ പാചകം ഇപ്പം എല്ലാവർക്കും ബിരിയാണി വയ്ക്കാൻ അറിയാം. എന്നാൽ ആർക്കെങ്കിലും ഇനി അറിയാത്തവരുണ്ടെങ്കിൽ ജോളിയുടെ സ്പെഷ്യലായിട്ട് ക്രിസ്മസ് ആയിട്ട് ബിരിയാണി വെച്ചതിൻ്റെ ഒരു റെസിപ്പി ആൾ പറഞ്ഞതാണ്. അപ്പോൾ എല്ലാവരും 4 പാലിലൊന്ന് വെച്ച് നോക്ക്. ഓക്കെ. അപ്പോൾ എൻ്റെ അഭിപ്രായം. അപ്പോൾ വെള്ളത്തിന് പകരം 4 പാല്, വെള്ളത്തിൽ എന്താ പറയുക, 4 പാലിൽ എന്തായാലും വെള്ളം ഉണ്ടാവും ഇത്തിരി. എന്നാലും വെള്ളം 4 പാലിൽ വെക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെയാണ്. ഓക്കെ. അപ്പോൾ 4 പാലിൽ ബിരിയാണി വെച്ച് എല്ലാവരും പരീക്ഷിച്ച് നോക്കുക. അപ്പോൾ ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ന്യൂ ഇയർ. ഓക്കെ. നമ്മളെ ചോറ് വെന്തുണ്ട്. ബിരിയാണി ചോറ് വെന്തിട്ടുണ്ട്. നമ്മളത് ഓഫ് ചെയ്യാൻ പോകുന്നു. ഇതിപ്പോൾ ഒട്ടി പിടിച്ചിട്ടില്ല, കുഴഞ്ഞിട്ടില്ല, വെന്ത് ഉടഞ്ഞിട്ടില്ല. നല്ല പഴക്കമുള്ള അരിയാണ്. നമ്മുടെ കടയിലത്തെ ജെ റോസാണ്. നല്ല പഴക്കമുള്ള അരിയാണ്. അപ്പോൾ ജോളിയുടെ ബിരിയാണി വയ്ക്കുന്നതിനെ പറ്റി പറഞ്ഞു. ഇതിൽ നമുക്ക് ഇപ്പോൾ ഞാൻ വയ്ക്കുകയാണെങ്കിൽ എളുപ്പപ്പണിയിൽ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഈ മല്ലിയില, പുതിനയില, മസാലകളൊക്കെ അരച്ച് അതെല്ലാം കൂടി ആദ്യം നമ്മൾ വെള്ളത്തിലിടും. നമ്മളിപ്പോൾ ആദ്യം നെയ്യിട്ടിട്ടാണ് നെയ്യിൽ അരി ഇട്ടിട്ടാണ് ചെയ്തത്. ഇനി നമുക്ക് ഇതിലാണെങ്കിൽ നെയ്യ് ഒഴിച്ചിട്ട് വെള്ളം ഒഴിക്കുകയാണ് ആദ്യം. വെള്ളം ഒഴിച്ചിട്ട് ഈ വെള്ളത്തിൽ നമ്മൾ ഈ അരച്ച സാധനങ്ങളെല്ലാതും കൂടി മല്ലിയിലയും, പുതിനയില, പിന്നെ ഈ നമ്മൾ പട്ട, ഏലക്കായ, ഗ്രാമ്പ്, തക്കോല അരച്ചത്, ഇഞ്ചി, പച്ചമുളക്, ഇതെല്ലാം എല്ലാം കൂടി ഒരുമിച്ച് നമ്മൾ ഇട്ടിട്ട് ഈ ആ വെള്ളത്തിലേക്ക് അരി ഇട്ടിട്ട് നമുക്ക് ഇളക്കിയിട്ട് ഇതേപോലെ വെള്ളം വറ്റുമ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ചെയ്യാം. പിന്നെ നമ്മൾ ചിക്കൻ സെപ്പറേറ്റ് വെച്ചു എന്ന് പറഞ്ഞല്ലോ. ചിക്കൻ വേണമെങ്കിൽ നമുക്ക് ദമ്മിടുമ്പോൾ നമ്മൾ ഈ ലെയർ ആക്കാന്ന് പറഞ്ഞ സമയത്ത് വേണമെങ്കിൽ ചിക്കൻ്റെ പീസുകൾ ഉള്ളിൽ വെച്ചിട്ട് വേണമെങ്കിൽ ആവശ്യമുള്ളവർക്ക് അങ്ങനെ ചിക്കൻ ഉള്ളിൽ വെച്ചിട്ട് ദമ്മിട്ടിട്ട് നമുക്ക് ആക്കും ചെയ്യാം. കാരണം ഓരോരുത്തർക്ക് ഓരോ ടൈപ്പ് ഇഷ്ടമാണല്ലോ ഉള്ളത്. അപ്പോൾ ഞങ്ങൾ സാധാരണ സെപ്പറേറ്റ് ആയിട്ട് വെച്ചിട്ട് അങ്ങനെ ചെയ്യാറ്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു ഐഡിയയും കൂടി പറഞ്ഞു എന്ന് മാത്രം. കാരണം ജോലിയുടെ വെപ്പാണ് ഇതിൽ പ്രസക്തി. എങ്കിലും നമ്മൾ അതിൻ്റെ കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ. അപ്പോൾ ഹാപ്പി ക്രിസ്മസ്. ജോൺസന്റെ നിങ്ങൾ പറഞ്ഞില്ലേ മസാലകളൊക്കെ അരച്ചിട്ട് വെള്ളത്തിൽ കലക്കിയിട്ട് ഇത് വയ്ക്കാൻ, ബിരിയാണി വയ്ക്കാൻ. അപ്പോൾ എന്തുട്ടാ ഇതിന്റെ പ്രത്യേകത? അപ്പോൾ എന്തായാലേ നമ്മൾ ആദ്യം നെയ്യിട്ടു, ഡാൽഡ ഇട്ടു, പിന്നെ നമ്മൾ വെള്ളം ഒഴിച്ചു. അതിൽ നമ്മൾ മസാല അരച്ചത് മുഴുവൻ പുതിനയില, മല്ലിയില എല്ലാ സാധനങ്ങളും ചേരുമ്പോൾ ഈ വെള്ളത്തിൽ ഈ മസാലയുടെ, ഈ മല്ലിയിലയുടെ, പുതിനയിലയുടെ, ഇഞ്ചിയുടെ, പച്ചമുളകിൻ്റെ ഇതിൻ്റെ എല്ലാം ടേസ്റ്റ് ഈ വെള്ളത്തിലേക്ക് കയറി പിടിക്കുകയാണ്. ആ വെള്ളത്തിലാണ് നമ്മൾ അരി ഇടുന്നത്. അപ്പോൾ എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ ആ വെള്ളമാണ് അരിയിലേക്ക് വലിച്ചെടുക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മസാലയുടെ ഈ പുതിനയില, മല്ലിയില, ഈ ഇഞ്ചി,
പച്ചമുളക് ഇതൊക്കെ അരച്ചത് എല്ലാതും കൂടി വെള്ളം കൂടി അരിയുടെ ഉള്ളിലേക്ക് കയറി പിടിക്കുമ്പോൾ അരിക്ക് ഒരു എക്സ്ട്രാ ടേസ്റ്റ് വരുന്നതാണ്. അത്രമാത്രം. അതിപ്പോൾ നമുക്ക് ജോളിയുടെ ഐഡിയയിൽ വെച്ചുകൊണ്ട് ജോളിയുടെ ഐഡിയയിൽ പറഞ്ഞു തന്നെ, എൻ്റെ ഐഡിയയിൽ ഇങ്ങനെ എന്താ പറയുക, നമ്മളൊരു വ്യത്യസ്ത ധ്രുവങ്ങളിലുള്ള ആളുകളായതുകൊണ്ട് വ്യത്യസ്ത ആശയങ്ങൾ പറഞ്ഞെന്ന് മാത്രം. ഇനി നമ്മൾ ദമ്മിട്ടിട്ട് നമ്മൾ പറഞ്ഞല്ലോ ചിക്കൻ ഈ ലെയർ ചെയ്ത് വെക്കേണ്ട കാര്യം. ഇനി അത് വേണമെങ്കിൽ നമ്മൾ ചിക്കൻ ശരിക്കും വന്നു കഴിഞ്ഞാൽ ഈ വെള്ളം ഉണ്ടല്ലോ, നമ്മൾ വെള്ളത്തിൽ ഈ ചിക്കൻ വെച്ച വെള്ളത്തിൽ തന്നെ ഈ ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് ബിരിയാണി വയ്ക്കുകയും ചെയ്യും. ഈ വെള്ളത്തിൻ്റെ അളവ് അനുസരിച്ച് ചിക്കൻ വേവിച്ചിട്ട് ആ വെള്ളത്തിലും വേണമെങ്കിൽ വയ്ക്കാൻ പറ്റുന്നു. കാരണം ആ ചിക്കൻ്റെ ആ ഫ്ലേവറും കൂടി ഈ വെള്ളത്തിലേക്ക് വരും. കേട്ട, അതൊക്കെ ഓരോ പരീക്ഷണങ്ങളാണ്. ഓരോ സമയത്ത് ഓരോ പരീക്ഷണങ്ങൾ. പക്ഷെ നമുക്കത് ബാക്കി വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് കഴിക്കാനുള്ള ഒരു ഇതും വരില്ല. നമ്മള് ഒരു 6 ആൾക്ക് കഴിക്കുമ്പോൾ 6 ആൾക്കുള്ള അളവ് വെക്കുകയാണെങ്കിൽ കറക്റ്റ്. കൂടുതലാണെങ്കിൽ പറഞ്ഞ പോലെ എല്ലാം കൂടി ഇട്ട് ഒരുമിച്ച് വെച്ചാൽ വേസ്റ്റ് ബുദ്ധിമുട്ടാണ്. പിന്നെ നമ്മൾ ഈ ചിക്കൻ ആണെങ്കിലും ബീഫാണെങ്കിലും എല്ലാം ശരിക്കും പറഞ്ഞാൽ ഈ വെള്ളത്തിൻ്റെ അളവ് വെച്ചിട്ട് ആ വെള്ളത്തിലേക്ക് ഈ അരി ഇട്ടാലും ഈ പറഞ്ഞ പോലെ എന്താ പറയുക, ഇറച്ചിച്ചോറായി ഇറച്ചിച്ചോറായിട്ട് മാറുന്നു വെറൈറ്റി. അപ്പോൾ ഒരാൾക്ക് തന്നെ പലതരത്തിലുള്ള മെത്തേഡിൽ പലതരത്തിൽ നമുക്ക് വെക്കാൻ പറ്റും. ഓരോരുത്തർക്കും ഓരോ തരം ടേസ്റ്റ്. നമ്മുടെ അളവ് കറക്റ്റ് ആയിരുന്നു, ചോറിൻ്റെ അളവ്, വെള്ളത്തിൻ്റെ അളവ്. അല്ലെങ്കിൽ കൂടുതലായി പറഞ്ഞ പോലെ ഇതൊക്കെ കുഴഞ്ഞു പോകും. ബാക്കി വന്ന പ്രശ്നമാണ് ചെയ്യും. ഓക്കെ, ഈ പാത്രത്തില് അടിയില് കുറച്ച് നെയ്യിട്ടു, പിന്നെ കുറച്ച് ബിരിയാണി ചോറ് ഇട്ടു. എന്നിട്ട് പിന്നെ നമ്മള് മല്ലിയില, പുതിനയില, പിന്നെ അണ്ടിപ്പരിപ്പ്, മുന്തിരി, പിന്നെ എസൻസ്, മഞ്ഞ കളർ കൂട്ടിയിട്ട് എസൻസ് അത് തെളിച്ച് നമ്മള് ഓരോ ലെയറാക്കി ഇപ്പൊ സിമ്മില് 10 മിനിറ്റ് നേരം നമ്മള് സിമ്മില് ഇടും. അത് കഴിഞ്ഞാൽ ബിരിയാണി റെഡി. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മളെ എല്ലാ ബിരിയാണിയുടെ പരിപാടികൾ കഴിഞ്ഞു. നല്ല സൗന്ദര്യമായിട്ടിരിക്കുന്നുണ്ട് ബിരിയാണി. തുറക്കാൻ പോണു. അപ്പോൾ ദമ്മിട്ട് വെച്ച് കഴിഞ്ഞ് 10 മിനിറ്റ് കഴിഞ്ഞു. ഇപ്പോൾ ബിരിയാണി അടിപൊളിയായിട്ട് പാകമായി, നമുക്ക് റെഡി ആയിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ വ്യൂ. ഓക്കെ, അപ്പോൾ ബിരിയാണി ഇനി നമുക്ക് കഴിക്കാം. ഓക്കെ.